ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ദിനത്തിൽ നടത്തിവരുന്ന ഉദയാസ്തമന പൂജ ഭക്തജന തിരക്ക് പരിഗണിച്ച് മറ്റൊരു ദിവസം മാറ്റിയതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുന്നത് ദേവസ്വം ബെഞ്ച് ഡിസംബർ 2 മാറ്റി. തീരുമാനത്തെ ന്യായീകരിച്ച ദേവസ്വം ബോർഡും നിലപാട് വ്യക്തമാക്കി. തന്ത്രിയും സമർപ്പിച്ച സത്യവാങ്മൂലങ്ങളുടെ പകർപ്പ് ജനം TV പുറത്തുവിട്ടിരുന്നു. രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഇനി നമുക്കറിയേണ്ടത് ഇത്തരം വർഷങ്ങളായി ആചരിച്ചു പോകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നടത്തി വന്നിരുന്നൊരു പൂജ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൽ കൃത്യമായി ഇതിൽ കോടതി ഇടപെടൽ ഉണ്ടാകുമ്പോൾ ഭക്തജനങ്ങളുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഒരു വാദം അല്ലെങ്കിൽ ക്ഷേത്ര രക്ഷാ സമിതിയുടെ വാദം, തന്ത്രിയുടെ വാദം, ഇതെല്ലാം പരിഗണിച്ചു വരുമ്പോൾ കോടതിയുടെ ഒരു ഇടപെടൽ എത്തരത്തിലായിരിക്കും? ദേവിക, നമുക്കറിയാം കാലങ്ങളായിട്ട്, അതായത് ശങ്കരാചാര്യരുടെ കാലഘട്ടം മുതലേ ഗുരുവായൂർ ഏകാദശിയിലാണ് ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ നടത്താറുണ്ട്. തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് അതിൽ മാറ്റം വരുത്താനായിട്ടുള്ള അല്ലെങ്കിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ദേവസ്വത്തിന്റെ നടപടി അത് എത്രത്തോളം അനുകൂലമായിരുന്നു, ദേവഹിതത്തിന് അനുകൂലമായിരുന്നു എന്നതടക്കം ഹൈക്കോടതി പരിഗണിക്കും. മറ്റൊന്ന്, ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമല്ല ഈ ഉദയാസ്തമന പൂജ, വഴിപാട് മാത്രമാണ് എന്നുള്ള തന്ത്രിയുടെ അഭിപ്രായം, അതോടൊപ്പം തന്നെ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയുടെ നിലപാട്, ഇതടക്കവും ഹൈക്കോടതിയുടെ മുന്നിൽ വരുന്നുണ്ട്. അതും പരിശോധിച്ചുകൊണ്ടായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കോടതി കടക്കുക. മറ്റൊന്ന്, ഈ കാലങ്ങളായിട്ട് അനുവർത്തിച്ചു പോരുന്ന ഒരു പൂജാവിധി അല്ലെങ്കിൽ പൂജാ രീതി, ഇതൊക്കെ തന്നെ മാറ്റിമറിക്കാനായിട്ട് ദേവസ്വത്തിന് സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് ഹർജിക്കാരും ഈ ഹർജിയിൽ ഉടനീളം ആക്ഷേപം എന്നുള്ള രീതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് നാളുകളായിട്ട്, വർഷങ്ങളായിട്ട് ശങ്കരാചാര്യരുടെ കാലഘട്ടം മുതൽ അനുവർത്തിച്ചു പോരുന്ന രീതി, അതിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. തന്ത്രി അതിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുത്തു. ഈ ഒറ്റരാശി പ്രശ്നം നടത്തിയത് തന്നെ അതീവ രഹസ്യമായിട്ടാണ് എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഹർജിക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുമുണ്ട്. സാധാരണ രീതിയിൽ ഒറ്റരാശി പ്രശ്നം നടത്തുന്ന സമയത്ത് ദേവഹിതം അറിയാനായിട്ട് ഒറ്റരാശി പ്രശ്നം നടത്തേണ്ടത് ക്ഷേത്ര മുഖമണ്ഡപത്തിലാണ്. പക്ഷേ ആ ഒരു പാരമ്പര്യപരമായിട്ടുള്ള രീതികളൊക്കെ തന്നെ അട്ടിമറിക്കപ്പെട്ടു ഈ വിഷയത്തിൽ എന്നുള്ളതാണ് ആക്ഷേപം. എന്തായാലും ഇതടക്കം ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരും. മറ്റൊന്ന്, ഈ വിഷയത്തിന്റെ പ്രാധാന്യം, ഭക്തർ അതീവ വൈകാരികമായിട്ടാണ് ഈ വിഷയം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തരെ നേരിട്ട് വ്യക്തിപരമായിട്ട് ഹൈക്കോടതിയിൽ കക്ഷി ചേരൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേത്രരക്ഷാ സമിതി, ഗുരുവായൂർ ക്ഷേത്രരക്ഷാ സമിതി അടക്കമുള്ള